ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് DS ഇറ. തിയേറ്ററിൽ ഇപ്പോൾ ചിത്രം വളരെ സക്സസ്ഫുള്ളി ആയിട്ട് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രേക്ഷകർക്കിടയിലും ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസുമാണ്. ആൻഡ് കളക്ഷൻ വൈസും നല്ല കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ സിനിമയുടെ റെഡ് കാർപ്പറ്റിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ വൈ നോട്ട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ കാണാം വാ. DS Ire world premiere from the red carpet. Welcome world premiere DS Ire. Full of tears and full of dread. ക്രിസ്ത്യൻ സേവ്യർ ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ ഫാമിലി ഉണ്ട്. സൗബിൻ, അർജുൻ അശോകൻ, നരയൻ, മഞ്ജു വാര്യർ, ഗോവിന്ദ് വസന്ത, പ്രണവ്. ഇപ്പൊ പ്രണവിന് ആ ഒരു എന്താ പറയാ, ഒരു ഷൈനസ് കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പൊ കൂട്ടത്തിലൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഓക്കെയാണ്. അതായത് ആ ഒരു ഇൻട്രോവേർട്ട്നെസ് അങ്ങനെയല്ലല്ലോ, ഇൻവെർട്ടർനെസ് ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സദാശിവൻ, നാരായൺ, ജിബി ഗോപിനാഥ് എന്നാണ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. DS Ireയിലുള്ള പുള്ളി അഭിനയിച്ച പുള്ളി ഒരു പുള്ളിയുടെ അച്ഛൻ ഒരു പോറ്റിയാണെന്ന് പറയുന്നുണ്ട് ആ സിനിമയിൽ DS Ireയിൽ. പുള്ളി പക്ഷെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ടെൻഷനാവും. ജിബി ഗോപിനാഥ് എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. വിസ്മയ മോഹൻലാൽ, അർജുൻ അശോകൻ, മഞ്ജു വാര്യർ, പിള്ളയൊക്കെ അവിടെ, ഭരതൻ, അരുൺ, മറ്റേ പയ്യ, മഞ്ജു വാര്യറും രാഹുൽ സദാശിവനും തമ്മിൽ ഏതൊരു സിനിമ ഉണ്ടെന്ന് ഒരു ഗോസിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഉള്ളതാണോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊരു കമന്റ് ചെയ്തേക്കും. ആൻഡ് ഞാൻ റെഡ് കാർപ്പറ്റിലൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. പക്ഷെ അത് മാൾ ഓഫ് ട്രാവൻകൂറിലെ റെഡ് കാർപ്പറ്റിലാണ്. കഥകൾ നമുക്ക് ഇവിടെ വരാം. സൗബിൻ ആൻഡ് ഫാമിലി, അർജുനേശ്വരൻ ഫാമിലി, അത്യാവശ്യം കുറെ പേരൊക്കെ ഉണ്ട്. കാസിയാണ് നെടിയ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഈ നെടിയ വാവ്, എല്ലാവരും ഹാപ്പിയാണ് ഗൈസ്. തിയേറ്റേഴ്സ് നിയർ യു. ഞാൻ DS Ire ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാരണം എന്തായാലും ഈ എക്സ്പീരിയൻസ് ഫോണിലൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല. ആൻഡ് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണേ. ആൻഡ് പരമാവധി എല്ലാവരും പറയും അത്രയും പേടിക്കാനൊന്നുമില്ല, അത്രയും ടെൻഷനൊന്നുമില്ല. എന്തായാലും ഹോപ്പ്ഫുള്ളി എന്താ പറയുക, പഴയ പടങ്ങളെക്കാളും പഴയ ഹൊറർ, അതായത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന കുറച്ച് ഹൊറർ പടങ്ങളെക്കാളും എന്തായാലും മെച്ചമായ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പേടിപ്പിക്കാനായിട്ട് പിന്നെ അണ്ണാക്കിലിട്ട് മറ്റേ കമ്പിട്ട് തിരുവി തരണോ, അങ്ങനെയൊന്നുമില്ല. ഈ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ചിത്രമാണ് DS Ire. ഹൊററായിട്ടും ചെറിയൊരു ചായത്തുള്ളി പോലും ആ ഒരു ഭീതി പടർത്തുന്ന ഒരു രീതിയിലാണ് രാഹുൽ സദാശിവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് DS Ire. ആൻഡ് പ്രണവിൻ്റെ ആക്ടിങ് വാസ് ലിറ്റ്. പുള്ളി ഇപ്പം എന്താ പറയുക, ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ DS Ire എല്ലാം 50 കോടിയാണ്, ഹാട്രിക് ആണ്, അടിച്ചു തൂക്കുകയാണ്. ഇനി വർഷത്തിൽ 1-2 പടങ്ങളൊക്കെ ചെയ്താൽ സെറ്റ് ആയിരിക്കും. ഈ സിനിമയിൽ ആ ഒരു ആക്ടിങ് വൈസ് ഒക്കെ നല്ല രീതിയിൽ ഇംപ്രവൈസേഷൻ നടന്നിട്ടുണ്ട്. സൗണ്ട് മോഡുലേഷൻ ആയാലും ആക്ടിങ് ആയാലും എല്ലാ എക്സ്പ്രഷൻസും ഫേഷ്യൽ എക്സ്പ്രഷൻസും എല്ലാം മാറിയിട്ടുണ്ട്. ആൻഡ് ക്രിസ്ത്യൻ സേവ്യറുടെ മ്യൂസിക് പടത്തിൽ അന്യായമായിരുന്നു. ആ മറ്റേ ഗരപ്പിലുള്ള സെറ്റിംഗ് കൊണ്ട് സംസാരിക്കുന്ന ആദ്യം കേൾക്കുമ്പോൾ തന്നെ അത്രയും ഒരു ഹൊറർ ഫീൽ അവിടെ വരുത്തുന്നുണ്ട്.
പടം മൊത്തത്തിൽ അടിപൊളിയാണ് guys. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. DSC വാസ് ഫാബുലസ്.